ഹലോ ട്രേഡേഴ്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ഓപ്ഷൻസിൽ അതും എക്സ്പയറി ഡേയ്സിൽ ഉണ്ടാകുന്ന വലിയ വലിയ മൊമെൻറ്റുകൾ ഉണ്ടല്ലോ. ഏകദേശം ഒരു 50 രൂപ നിൽക്കുന്ന പ്രീമിയം ഏകദേശം 200 വരെയൊക്കെ പോകും, നമ്മൾ സിമ്പിളായിട്ട് കാണുന്നില്ലേ. അതുപോലത്തെ വലിയ വലിയ മൊമെൻറ്റുകൾ എങ്ങനെ ക്യാച്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞുതരാം. അതിൻ്റെ ഒരുപാട് എക്സാമ്പിളും പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ടാവൂലേ. പക്ഷേ ഈ എക്സ്പയറി ഡേയ്സിലേക്ക് വരുമ്പോൾ മാത്രം കുറച്ച് കാര്യങ്ങളൊന്ന് മാറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വലിയ വലിയ മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഗാമ വാല്യൂ അങ്ങനെ ടെക്നിക്കലി ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കുറച്ച് കാര്യങ്ങൾ, മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നുണ്ട്. സോ മാക്സിമം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തൊക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഒന്ന് വീഡിയോ തീർത്ത് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ തരുന്ന തരത്തിൽ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കുക കേട്ടോ. ഞാൻ ഈ ഒരു ചാറ്റിലേക്ക്, ഇന്നത്തെ ചാറ്റിലേക്ക് തന്നെ എടുത്ത എക്സാമ്പിളും പറഞ്ഞുതരാം. ഇത് നമ്മൾ ലൈവിൽ നോക്കിയിട്ടുണ്ടായിരുന്നൊരു പോയിന്റ് ആയിരുന്നു. ഈ ഒരു പോയിന്റിലേക്ക് നോക്കി ഏകദേശം ഒരു 2-3 ക്യാൻഡിൽ തന്നെ പ്രീമിയം നന്നായിട്ടൊന്ന് ഷൂട്ടായി. ഏകദേശം ഒരു 100 രൂപയിലുണ്ടായിരുന്ന പ്രീമിയം ഏകദേശം 228 വരെ സിമ്പിളായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. 1-2 ക്യാൻഡിൽസ് മാത്രമേ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണുന്നുള്ളൂ. പ്രീമിയത്തിലാണെങ്കിലും ചെറിയൊരു പ്രീമിയത്തിൽ വരുന്നത് ഏകദേശം ഡബിളായി, അതിനേക്കാളും മേലെ കയറി പോയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ട് ബിൽഡപ്പ് ആയിരുന്നില്ലേ. ഇത് വേണ്ട, ഇതിനേക്കാളും കുറച്ചും കൂടെ വീക്കായിട്ടുള്ളൊരു മൊമെൻറ്റും കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പോയിന്റിലേക്ക് നോക്കിയാൽ നമ്മൾ ടെലിഗ്രാമിലേക്ക് ഷെയർ ചെയ്തിട്ട് എന്ന ലെവലായിരുന്നു. ഇവിടുന്ന് നമ്മുടെ ടെലിഗ്രാമിലേക്ക് ഷെയർ ചെയ്ത ലെവൽ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഒരു ഗ്രൂപ്പിലേക്ക് ഇതുവരെ കയറാത്തവർ ജസ്റ്റ് ഒന്ന് അതിനകത്തേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അതിനകത്ത് ഇതുപോലത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് അതിനകത്ത് തന്നെ കിട്ടും. ഞാൻ ഈ ഒരു പോയിന്റ് ഇവിടുന്ന് ഷെയർ ചെയ്തു. അതിനുശേഷം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സ്പയറി ആണ്. അതുപോലെ തന്നെ 53,000 എന്ന് പറയുന്ന ഒരു റൗണ്ട് നമ്പറാണ്. ഒരു മൊമെൻറ്റം വരാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലെവൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പോയിന്റും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഡയറക്റ്റായിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാനല്ല, ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോക്കി ഈ ഒരു ചാറ്റിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ലേ. ഇവിടെ നിന്ന് 1-2 ക്യാൻഡിൽസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിൽ തന്നെ പ്രീമിയം ഏകദേശം 45 രൂപ ഉണ്ടെന്ന പ്രീമിയം ഏകദേശം ഒരു 87 വരെ പോയിട്ടുണ്ട്. അതുപോലെ ഒരു എക്സാമ്പിളും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഈ ഒരു പോയിന്റിലേക്ക് നോക്കി ഈ ഒരു സിംഗിൾ ക്യാൻഡിലാണ് ഞാനത് എല്ലാം എടുത്തേക്കുന്നത്. അറ്റ്ദമണീൻ്റെ ചാർട്ടാണ് കേട്ടോ. പ്രീമിയത്തിൽ അറ്റ്ദമണീൻ്റെ ചാർട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നോക്കിയാലും ഏകദേശം ഈ ഒരു സിംഗിൾ ക്യാൻഡിലിൽ പ്രീമിയം ഏകദേശം 160 പ്രീമിയം ഏകദേശം 219 വരെ ഒരു 50 പോയിന്റ് സിമ്പിളായിട്ട് തന്നെ മൂവ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാകുന്ന ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഇവിടെ മുതൽ നോക്കി ഏകദേശം ഒരു 60 പോയിന്റ് മൂവ് ചെയ്തിട്ടുള്ളൂ. അതേ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ തന്നെ ഏകദേശം ഒരു 50 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം ക്യാൻഡിൽസ് ഇവിടെ നിന്ന് മൂവ് ചെയ്തപ്പോൾ ഏകദേശം ഒരു 60 പോയിന്റ്, ഈ സിംഗിൾ ക്യാൻഡിലിൽ ഏകദേശം ഒരു 50 പോയിന്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കാര്യങ്ങളൊന്നും മാറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയ മൊമെൻറ്റം നമുക്കും പിടിക്കാൻ പറ്റില്ലേ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ആഡാവുന്നുണ്ട്. എല്ലാം കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറഞ്ഞു പോകുന്നില്ല. എന്നിരുന്നാലും മെയിനായിട്ട് വരുന്നൊരു കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഗാമ വാല്യൂ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി വീഡിയോ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ നിഫ്റ്റിയിൽ എക്സ്പയറി ആണ്. നാളത്തെ ദിവസം ഒന്ന് ചാർട്ടിലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത്രത്തോളം ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിതിനകത്ത് മെയിനായിട്ട് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതൊന്ന് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഗാമ വാല്യൂ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ പറഞ്ഞു പോയ ലെങ്ത് വരുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത്. ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ലൊരു മൊമെൻറ്റം തന്നു. ഇങ്ങനത്തെ ഒരു മൊമെൻറ്റത്തിൽ പ്രീമിയത്തിലാണെങ്കിൽ വലിയൊരു ബിൽഡപ്പ് ഉണ്ടാവില്ല. പ്രീമിയം സാധാ മൂവ് ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും. അതിനുശേഷം മാർക്കറ്റ് ഒരു കുറച്ച് നേരം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നിന്നു എന്ന് ഓർത്തോ. ഒരു സൈഡ് വേസ് ഒക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പ്രീമിയം ആണെങ്കിലും ഏകദേശം അതേപോലെ തന്നെ ഇറങ്ങാനൊക്കെ തുടങ്ങും. അതിനുശേഷം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിൽഡപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പുഷ് തുടങ്ങുമ്പോൾ തന്നെ പ്രീമിയം അവിടെ നന്നായിട്ട് ഷൂട്ട് ആവാൻ തുടങ്ങും. നമ്മളിതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് അത് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന കാര്യമാണെങ്കിലും അതേ കാര്യം നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ഒരു റേഞ്ചിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു ഈക്വൽ ലോസ് ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വലിയൊരു മൊമെൻറ്റോ ഒന്നുമില്ല. അതിനുശേഷം ഒരു സിംഗിൾ ക്യാൻഡിൽ അവിടെ നിന്ന് പുഷ് ചെയ്തപ്പോഴത്തേക്കും പ്രീമിയത്തിൽ അത്യാവശ്യം ഒരു ബിൽഡപ്പ് കാണാൻ പറ്റി. മനസ്സിലാവുന്നില്ലേ? അങ്ങനെ ഒരു റേഞ്ചിൽ നിന്നപ്പോൾ പ്രീമിയത്തിലും വലിയൊരു പുഷൊന്നും ഇല്ലാണ്ടിരുന്നാണ്. ചെറിയൊരു പുഷ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നു കഴിഞ്ഞാൽ പ്രീമിയം അതേപോലെ ഷൂട്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നോക്കിക്കേ, ഇവിടെ നിന്നാണെങ്കിലും മാർക്കറ്റ് ഒരു സൈഡ് വേസ് ഒരു റേഞ്ച് പോലെ നിന്നതായിരുന്നു. അതിനുശേഷം ഒരു സിംഗിൾ ക്യാൻഡിൽ ഒന്ന് പുഷ് ചെയ്തപ്പോഴത്തേക്കും പ്രീമിയം അത്രത്തോളം ഒന്ന് ഷൂട്ടായിട്ടുണ്ട്.
അതേ കാര്യം മറ്റൊരു ചാർട്ടിലേക്കും കാണിച്ചു തരാം. ഈ ഒരു ചാർട്ടിലേക്ക് ഇത് നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്ന ചാർട്ടായിരുന്നു, സോറി. ഈ ഒരു ചാർട്ടിലേക്കാണെങ്കിലും ഇവിടെ അതുപോലെ തന്നെ ഒന്ന് കറക്റ്റ് നിൽക്കുന്ന ഒരു സൈഡ് വേസ് എന്ന രീതിയിൽ ഒരു മൊമെൻ്റ് ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നതായിരുന്നു. അതിനുശേഷം വന്നൊരു ചെറിയൊരു സ്പൈക്കിലാണ് പ്രീമിയം ഷൂട്ടായത്. മനസ്സിലാവുന്നില്ലേ? അതിൻ്റെ നേരെ എക്സാമ്പിൾ ഇത് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതുപോലെ എങ്ങനെയൊക്കെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാന്നുള്ള കാര്യവും പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സൈഡ് വേസിലേക്ക് നിൽക്കുന്ന ഒരു മൊമെൻ്റാന്ന് ഓർത്തുമോ. മാർക്കറ്റ് കുറേ നേരം ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇതുപോലെ ഒരു റേഞ്ചിലാണ് നിൽക്കുകയെന്നുണ്ടെങ്കിൽ എക്സ്പയറി ഡേയ്സിൽ അവിടുത്തെ ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ നോക്കിയാൽ മാത്രമേ കാര്യമുള്ളൂ. സാധാരണ ചെയ്യുന്ന പോലെ നമ്മളൊരു റൈഡ് ചെയ്യുന്ന സാധാരണ ഒരു സ്ട്രാറ്റജി വെച്ചൊക്കെ റൈഡ് ചെയ്യുന്ന രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന അതേ മൊമെൻറ്റം തന്നെയായിരിക്കും ഒന്ന് മാർക്കറ്റ് ഒരു സൈഡ് വേസ് നിൽക്കുന്ന പോലെ നിന്നതിന് ശേഷം കിട്ടുന്ന ബ്രേക്കിലും കിട്ടാൻ പോകുന്നത്. അതിനേക്കാളും വലിയ മൊമെൻറ്റങ്ങളായിരിക്കും ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ചാർട്ടിൽ കാണുന്നില്ലേ? ഇതേ കാര്യം മൊത്തത്തിലൊന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലാണെങ്കിലും ഇവിടുന്ന് മാർക്കറ്റ് ഏകദേശം ഇത്രയും പോയിന്റ് മൂവ് ചെയ്തു, ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കും റീടെസ്റ്റും കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് വന്ന ക്യാൻഡിൽസ് എല്ലാം വീക്കായിരുന്നു. ഇതുപോലെ മാർക്കറ്റ് വീക്കായിട്ട് ഒരു പോയിന്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ബ്രേക്കോ കാര്യങ്ങളോ കിട്ടുന്നുണ്ടെങ്കിൽ അത് ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സ്പയറീസിൽ വരുമ്പോൾ അങ്ങനത്തെ ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ നോക്കിയാലേ നമുക്കും പ്രീമിയത്തിൽ വലിയൊരു പുഷ് കിട്ടുള്ളൂ. അതേ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ ചാർട്ടിലേക്ക് നോക്കിയാൽ മതി, ഇവിടെ നിന്ന് കിട്ടുന്ന ക്യാൻഡിൽ വളരെയധികം വീക്കായിരുന്നു. ഈ ക്യാൻഡിൽസ് വീക്കാണ്, ഇവിടെയും വീക്കാണ്, ഇത് മൊത്തം വീക്കാണ്. ഞാൻ അറ്റ് ദ മണീൻ്റെ ചാർട്ട് തന്നെ എടുക്കുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. 52,900 അത് തന്നെയാണ് ഞാൻ ഏകദേശം പുട്ട് ഓപ്ഷൻ്റെ സൈഡിലേക്ക് എടുക്കുന്നത് കേട്ടോ. 52,900 പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് തന്നെ എടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലല്ല, സിംഗിൾ ക്യാൻഡിൽ കേട്ടോ. ഏകദേശം 12-16 ക്യാൻഡിൽ, 12-16 ക്യാൻഡിലല്ലേ, 12-16 ക്യാൻഡിൽ. ഇത് നോക്കി എത്ര പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ടെന്ന്. സ്പോട്ടിലേക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു ഇത്രയും പോയിന്റ്, ഈ ഒരു ക്യാൻഡിൽ ഏകദേശം ഒരു 35 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. പ്രീമിയത്തിലേക്ക് നോക്കുമ്പോഴോ 132 ഉണ്ടായിരുന്നത് ഏകദേശം ഒരു 20 പോയിന്റ് സിമ്പിളായിട്ട് തന്നെ മൂവ് ചെയ്തിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഇവിടെ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ ക്യാൻഡിൽസിൽ മൊമെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പുട്ട് ഓപ്ഷൻ്റെ സൈഡിലേക്ക് ഇവിടെ നിന്ന് കിട്ടിയ ക്യാൻഡിൽസിൽ മൊമെൻറ്റോ ഇല്ല, ഒരു ഇതിലും മൊമെൻറ്റോ ഇല്ല. പക്ഷേ ഒരു സിംഗിൾ ക്യാൻഡിൽ ഇതുപോലെ കുറേ നേരം നിന്നതിന് ശേഷം കിട്ടിയ ഒരു സിംഗിൾ ക്യാൻഡിൽ സ്ട്രോങ് ആയപ്പോഴത്തേക്കും പ്രീമിയത്തിൽ അത്രത്തോളം ഒരു പുഷ് വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടുന്ന് ഒരു കണ്ടിന്യൂഷൻ ക്യാൻഡിലും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രീമിയം ഏകദേശം ഡബിളായി പോവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിനകത്തെല്ലാം കാര്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഒന്നൊരു വീക്കായിട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനോ ആ ഒരു രീതിയിലേക്ക് കിട്ടുവാണെങ്കിൽ അവിടുന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 1-2 ക്യാൻഡിൽ തന്നെ വലിയൊരു പ്രീമിയത്തിൽ ഷൂട്ട് ക്യാച്ച് ചെയ്തിട്ട് മിണ്ടാതിരിക്കാൻ പറ്റും. എക്സ്പയറീസിലൊക്കെ വരുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന സാധാ ഡേയ്സിലൊക്കെ ട്രേഡ് പോയി ചെയ്യുന്ന പോലെ തന്നെ ചുമ്മാ ഒരു പൊസിഷൻ എടുത്ത് ഒഴിവായിരിക്കും ചെയ്യുന്നത്. ഒരു തോന്നലിൻ്റെ പുറത്ത് ഏതെങ്കിലും ഒരു സ്ട്രൈക്കൊക്കെ എടുത്ത് ഒന്നെങ്കിൽ ബൈ അല്ലെങ്കിൽ സെല്ലോ ചെയ്തിട്ടൊക്കെ ആയിരിക്കും എടുത്തിടുന്നത്. പക്ഷേ അതേ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ കൊണ്ട് ആഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മൊമെൻറ്റം സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആ ഒരു രീതിയിൽ അങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാന്നുള്ള കാര്യങ്ങൾ അതൊരു സ്ട്രാറ്റജി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ തന്നെ കാണുന്നതാണെങ്കിലും ഒരു ട്രെൻഡ് ഉണ്ട്, ഒരു ഇമ്പൾസീവ് മൂവ് നടന്നു, അതിനുശേഷമാണ് ഒരു കറക്ഷൻ നടക്കുന്നത് നെക്സ്റ്റ് ബിൽഡപ്പിന് വേണ്ടിയിട്ടുള്ളത്. ആ ഒരു കറക്ഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു കറക്ഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നെക്സ്റ്റ് ഒരു വലിയ ബിൽഡപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പയറിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോവാം. പിന്നെ ഞാൻ മെയിനായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ലാസ്റ്റത്തെ ഒരു പോയിന്റ് ആയിരുന്നു, നമ്മൾ ലൈവിലുണ്ടായിരുന്നപ്പോഴും ഞാൻ മെയിനായിട്ട് എടുത്തു പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു, മാർക്കറ്റ് ഇവിടെ ഒരു റേഞ്ചിലേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റേഞ്ചിലായാലും ഇവിടെ നിന്നൊരു ട്രാപ്പ് നടത്തിയിട്ട് ഡൗൺ സൈഡിലേക്ക് പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ ലൈവിൽ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന. കാരണം ഇത് ഒന്നാമത്തെ നോക്കണ്ടേ 53 ഞാൻ ആ ടെലിഗ്രാമിൽ ഷെയർ ചെയ്തില്ലേ, അതേ കാര്യം നോക്കിയാൽ 53,000 റൗണ്ട് നമ്പറാണ്. അവിടെ നിന്ന് ട്രാപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു റേഞ്ച് ആണെങ്കിലും മാർക്കറ്റ് ഒരുപാട് ടൈം ആ ഒരു പോയിന്റിൽ നിൽക്കുന്നതല്ലേ, ഇവിടെ പോയിട്ട് ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് വളരെയധികം റോങ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ലോജിക്കലി നോക്കുമ്പോൾ. ഇവിടുന്ന് ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 1-2 ക്യാൻഡിൽ മാർക്കറ്റ് അധികം ഒരേപോലെ ഇവിടെ ഒരുപാട് ടൈം വീക്കായിട്ട് നിന്നാണ്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന 1-2 ക്യാൻഡിൽ ക്യാച്ച് ചെയ്യാൻ പഠിച്ചാൽ മതിയെന്നേ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഈ ഒരു ചാർട്ട് 53,000 പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടും കൂടെ ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. 53,000 അല്ലേ, 53,000 പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടും കൂടെ ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഈ ഒന്ന് നോക്കി, ഈ ഒരു ക്യാൻഡിൽ ഈ ചാർട്ടിലേക്ക് നോക്കി, ഇവിടുന്ന് കിട്ടിയ ഈ ഒരു ക്യാൻഡിൽ വലിയ കുഴപ്പമില്ല, ചെറിയൊരു പുഷൊക്കെ ഉണ്ട്, ചെറിയൊരു മൊമെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു കൺഫർമേഷൻ നോക്കിയിട്ട് ഇവിടുന്ന് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുവാണെങ്കിലും 1-2 മൊമെൻ്റം ക്യാൻഡിൽ മാത്രം ക്യാച്ച് ചെയ്യാൻ പഠിച്ചാൽ പോരെ. ഈ ഓപ്ഷൻസ് എക്സ്പയറി ഡേയ്സിലേക്ക് വരുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ തന്നെ ഏകദേശം പ്രീമിയം എത്രത്തോളം പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കി,
പ്രീമിയത്തിൻ്റെ ആ ഒരു പുഷ് കടന്നില്ലേ, 60 പ്രീമിയം ഏകദേശം 100 വരെ ഈ ഒരു സിംഗിൾ ക്യാനിൽ തന്നെ കയറിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ 1-2 ക്യാനിൽ തന്നെ ഏകദേശം പ്രീമിയം ആണെങ്കിലും ഈ ഒരു ക്യാനിൽ മുതൽ കേട്ടോ നോക്കിക്കുക ഏകദേശം ഒരു 103 പോയിൻറ്റ് സിമ്പിളായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയൊരു പ്രീമിയത്തിൽ നിന്നാണ്. അതായത് ഞാൻ പറഞ്ഞത് ഒന്ന് റേഞ്ചായിട്ട് എക്സ്പയറീസിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഒന്ന് റേഞ്ചായി നിന്നതിന് ശേഷം ഒരു ബിൽഡപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ട്രേഡ് എടുത്തിട്ട് തോന്നലിൻ്റെ പുറത്തൊരു ട്രേഡ് എടുത്ത് ചുമ്മാ റൈഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എക്സ്പയറീസിൽ ഇതുപോലെ ഒരു ചെറിയൊരു ഒന്ന് റേഞ്ചിൽ നിൽക്കുന്ന ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാനായിട്ട് പഠിച്ചാൽ മതി. ഇതിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആ ഒരു രീതിയിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും ഞാൻ ഈ കാര്യം പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഏകദേശം നോക്കുകയാണെങ്കിൽ പ്രീമിയം നോക്കി ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ്റെ പാറ്റേൺ തന്നെ എടുത്തോ. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ്റെ പാറ്റേൺ കാരണം ഒരു ഇമ്പൾസീവ് മൂവ് നടന്നു, അതിനുശേഷം മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ ക്യാൻഡിൽസ് വളരെയധികം വീക്കാണ്. ഈ ഒരു ക്യാൻഡിൽ നോക്കി ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ ഇത്രയും നേരം നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു സിംഗിൾ സ്പൈക്ക് മതി. ഒരുപാട് ടൈം റേഞ്ചിൽ നിന്നതിന് ശേഷം ബ്രേക്ക് ആണെങ്കിൽ പ്രീമിയം നന്നായി ഷൂട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് അത്യാവശ്യം മൊമെൻറ്റം ഉണ്ട്, അതുകൊണ്ട് ഓവറായിട്ട് ഷൂട്ട് ആവില്ല. അതിൻ്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കി ഏകദേശം 52,500 കോൾ ഓപ്ഷൻ്റെ ചാർട്ട് അല്ലേ, 52,500 കോൾ ഓപ്ഷൻ്റെ ചാർട്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ടൈം എത്രയായിരുന്നു? 10:46 മോർണിംഗ് ടൈമാണ്. മോർണിംഗ് ടൈമിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു ബിൽഡപ്പ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് നോക്കരുത്. മോർണിംഗ് ടൈമിൽ അത്യാവശ്യം മൊമെൻറ്റം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ പോലെ അത്രത്തോളം ഒരു പ്രീമിയത്തിലാണ് അത്രത്തോളം വലിയൊരു ഷൂട്ട് കിട്ടണമെന്നില്ല. ഈ ഒരു ക്യാൻഡിൽ മനസ്സിലാവുന്നില്ലേ? ഈ ഒരു സിംഗിൾ ക്യാൻഡിലാണെങ്കിൽ ഏകദേശം ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ കേട്ടോ ഏകദേശം ഒരു 30 പോയിൻറ്റിൻ്റെ അടുത്താണ് മൂവ് ചെയ്തേക്കുന്നത്. 32 പോയിൻറ്റ്. പ്രീമിയത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഏത് ക്യാൻഡിലായിരുന്നു? ഈ ഒരു ക്യാൻഡിലല്ലേ. ഈ ഒരു ക്യാൻഡിൽ നോക്കി ഏകദേശം ഒരു 20 പോയിൻറ്റിനടുത്ത് അത് മൂവ് ചെയ്തിട്ടുണ്ട്. കാരണം സിമ്പിളാണ്, മാർക്കറ്റ് ഒരുപാട് ടൈം ഇവിടുത്തെ ക്യാൻഡിൽസ് നോക്കിയാലും മതി. മാർക്കറ്റ് ഇങ്ങനെ വീക്കായിട്ട് നിന്നതിന് ശേഷം പെട്ടെന്ന് ഒരു ബിൽഡപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ പ്രീമിയം നന്നായിട്ട് ഷൂട്ട് ആവാനുള്ള സാധ്യത ഉണ്ടാവും. ഇതേ കാര്യം നോക്കിയാലും മതി. മാർക്കറ്റിൽ ഈ ഒരു ക്യാൻഡിലില്ലേ, ഈ ഒരു ഹയസ്റ്റ് ക്യാൻഡിൽ മുതൽ ഡൗൺ സൈഡ് ഈ ഒരു ക്യാൻഡിൽ ഇത്രയും ടൈം മാർക്കറ്റ് ഇവിടെ നിന്നു, അതിനുശേഷം വന്ന ഒരു സിംഗിൾ ക്യാൻഡിൽ പ്രീമിയം ഷൂട്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ചാർട്ടിൽ നോക്കി, ഈ ഒരു ക്യാൻഡിൽ നോക്കി കണക്റ്റ് ആവുന്നുണ്ട്. ഈ പറയുന്ന കാര്യം കണക്റ്റ് ആവുന്നില്ലേ? മാർക്കറ്റ് ഒരുപാട് ടൈം ഇങ്ങനെ ഒരു റേഞ്ചിൽ നിൽക്കുന്നത് കാണുവാണെങ്കിൽ അവിടെ നിന്ന് ഒരു അപ്സൈഡിലേക്കോ ഒരു ട്രേഡിന് പ്ലാൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനത്തെ ഒരു ട്രേഡുകളായിരിക്കും എക്സ്പയറിയിൽ പ്ലാൻ ചെയ്യേണ്ടതും. അല്ലാതെ തോന്നിയ പോലെ എല്ലാ ട്രേഡും പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. എക്സ്പയറിയിൽ വരുമ്പോൾ ഗാമവാലി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിച്ചാലേ കാര്യമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആ മൊമെൻറ്റം വരുന്ന കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കണം. സാധാ ഡേയ്സിലേക്കാണ് നമുക്ക് ഏത് സ്ട്രാറ്റജി ആണെങ്കിലും അവിടെ നിന്ന് റൈഡ് ചെയ്ത് പ്രോഫിറ്റൊക്കെ എടുക്കാം. പക്ഷേ എക്സ്പയറിയിലേക്ക് വരുമ്പോൾ അത് റൈഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഡീക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ട്രേഡ് ഇവിടെ നിന്ന് എടുത്തു, അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ബിൽഡപ്പ് വന്നതിന് ശേഷം ഇവിടെ തന്നെ വന്ന് കറക്റ്റ് ചെയ്ത് നിൽക്കുവാണെങ്കിലും പ്രീമിയം SLലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സ്പോട്ട് മാത്രം നമുക്ക് സ്പോട്ട് ചാർട്ട് മാത്രം നമുക്ക് പ്രോഫിറ്റ് ഏരിയയിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ. പ്രീമിയത്തിൻ്റെ കാര്യം കൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഒരു കുറച്ചൊന്ന് ലോജിക്കലി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ എന്തായാലും കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലും പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും പേടിക്കേണ്ട. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ഈ സ്ട്രാറ്റജി ആണെങ്കിലും ഇതെന്തുകൊണ്ടാണ് ഈ ഒരു ബിൽഡപ്പ് വരുന്നത്, അങ്ങനെയുള്ള ലോജിക്കലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോവാം. ഇന്ന് പിന്നെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി കാര്യങ്ങൾ നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അത് നാളെ ലൈവിൽ വെക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ പറഞ്ഞുതരാം. സോ ഈ ഒരു കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകണമെന്നുണ്ട്. പക്ഷേ വീഡിയോയ്ക്ക് ഏകദേശം ഇപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ലെങ്ത് ആയിട്ടുണ്ട്. 14 മിനിറ്റ് ആയി. ഇതിൽ കൂടുതൽ പിന്നെയും പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.